കുറേ ദിവസം കാത്തിരുന്നിട്ട് ഷാഹുലിൻ്റെ ഭാര്യ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷാഹുലിൻ്റെ ഭാര്യയും കുട്ടിയും ഒക്കെ വന്നതിൻ്റെ ഹാപ്പിനെസ് നമ്മൾ ഫാൻറ്റസി പാർക്കിൽ പോയിട്ട് അടിച്ച് പൊളിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് ആണ് ഇന്നത്തെ വ്ളോഗ്. ഓഫ് കോഴ്സ് വ്ളോഗാണ്, പാലക്കാട് ഫാൻറ്റസി പാർക്കിൽ പോയിട്ട് എടുത്തിട്ടുള്ള വ്ളോഗാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫാൻറ്റസി പാർക്ക് പഴയ ഫാൻറ്റസി പാർക്കൊന്നുമല്ല കേട്ടോ. അവിടുത്തെ റൈഡ്സൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡ്രൈ റൈഡും അതേപോലെ വാട്ടർ റൈഡും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ആക്ച്വലി ഞാനിങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വക റൈഡിലൊന്നും കയറ്റില്ല കേട്ടോ. അപ്പം നനയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനത്തെ റൈഡിലൊക്കെ പോകേണ്ടത്. ഞാൻ ആദ്യം പോയി, പിന്നെ ഷാഹുൽ വന്ന് കയറി. എനിക്കിങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ വെച്ചാൽ എൻ്റെ ബസ്സിക്ക് വോമിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ജെയിൻറ്റ് വീൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ബസ് കയറില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പിള്ളേർ വലുതായതുകൊണ്ട് തന്നെ മിയക്കുട്ടിയോ അല്ലെങ്കിൽ ഷെയ്നോ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ കമ്പനി ചെയ്യാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റൈഡിൽ പോയാൽ ഞാൻ ഒറ്റയ്ക്ക് പോകാറാണ് പതിവ് കേട്ടോ. ഇതൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡിൽ കറങ്ങാനായിട്ട് തുടങ്ങും. നല്ല പോലെ പേടിയാവുകയും ചെയ്യും. പക്ഷെ നല്ല രസമാണ് കേട്ടോ, വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഷാഹുൽ അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ മിച്ചുട്ടനായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടാണ് കേട്ടോ. അവിടെ പപ്പനെ കിട്ടിയ സന്തോഷത്തിലാണ് ചെക്കൻ. നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഗോസ്റ്റ് ഹൗസിലോട്ടാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പലതവണ പോയി കണ്ടിട്ടുള്ളതാണ് ഈ ഗോസ്റ്റ് ഹൗസ് എന്നുള്ളത്. പക്ഷേ എൻ്റെ ട്രോമ ഇവിടെ നിന്ന് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയി, ഞാൻ ബേബി ബഷി പിന്നെ മിയക്കുട്ടിയൊക്കെ പാടെ പോയി ഞാൻ കുറേ നേരമൊക്കെ എനിക്ക് ഇരുട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, ഞാൻ ഓക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ സെൽഫായിട്ട് അഫർമേഷനൊക്കെ കൊടുത്ത് 10 പോയിട്ടായിരുന്നു. പോയി കുറച്ച് സമയം കഴിഞ്ഞതും ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ട്രോമ ട്രിഗറായി. ഞാൻ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളും ഒച്ചപ്പാടൊക്കെ ആയി, നിലവിളൊക്കെ ആയി. അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെയും അവരെന്നെ പുറത്തെത്തിക്കുക ചെയ്തേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ പണ്ട് ആനപ്പുറത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യമൊക്കെ വെച്ചിട്ട് ഇത് കൂട്ട് പണിക്ക് നിൽക്കരുത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനായിട്ട് പോകണ്ട കേട്ടോ. ഞാൻ അതിന് ശേഷം വീണ്ടും ഒരു CBT ഒന്നോണം ഷാഹുലിനെയും ബഷിനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ ഒന്നും കൂടെ ഹാപ്പിയായി റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് പോന്നു കേട്ടോ. ഈ പറഞ്ഞ ഗോസ്റ്റ് ഹൗസിനകത്തേക്ക് പേടിക്കാനൊന്നുമില്ല, ഫുള്ള് കാർട്ടൂൺ കഥാപാത്രം പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്നാലും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, എനിക്ക് ഇരുട്ട് ആ ടൈമിൽ പേടിയായിരുന്നു. അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പം ഫാർ ബെറ്ററാണ് കേട്ടോ. എൻ്റെ ഒരുമാതിരിപ്പെട്ട മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ ആ ടൈമിൽ എനിക്ക് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ റൈഡ്സ് അവിടെ അടിപൊളിയാണ് കേട്ടോ. ഷാഹുലും അതുപോലെ ബേബിയും പിന്നെ അമ്മായിയമ്മയും മരുമോനും ഉമ്മയും ബഷിയും കിടന്ന് തകർക്കുന്നുണ്ടായിരുന്നു അവിടെ. കുറച്ചധികം ടൈം എടുത്തിട്ട് ശേഷമാണ് ഞാൻ വാട്ടർ റൈഡിലോട്ട് പോയത്. പിന്നെ നമ്മൾ വാട്ടർ റൈഡൊന്നും അങ്ങനെ നമ്മൾ സ്ത്രീകൾ നനയുന്നതൊന്നും അങ്ങനെ വല്ലാണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അടുത്ത വീഡിയോസ് തന്നെ നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ കുറേ വാട്ടർ റൈഡുകൾ ഉണ്ട് കേട്ടോ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ വാട്ടർ റൈഡ് ഉണ്ട്. ഇതൊരു സംഭവം കിഡിലോസ്കി ആയിട്ടായിരുന്നു. അമ്മ തലോടികള് വെള്ളം കണ്ടപ്പോൾ പിന്നെ മിച്ചും മിയക്കുട്ടിയും ഇവിടെ തകർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി റൈഡുകളുണ്ട്, കുട്ടികൾക്ക് സേഫായിട്ട് കളിക്കാൻ പാകത്തിനുള്ളതിന്. പിന്നെ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത സാധനം ഇത് തന്നെ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മറ്റേ കാർ റേസിങ് അടിപൊളിയായിരുന്നു.
പിന്നെ ഇത് നിങ്ങൾ കാര്യമാക്കേണ്ട കേസ്, ഞങ്ങൾ രണ്ടുപേരും എപ്പോൾ നടന്നാലും അത് ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങളെ ട്രോളുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ബേബി അല്ലെങ്കിൽ ഷാഹുൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മായിയമ്മയും മരുമോനും അവിടെ നിന്നിട്ട് വെള്ളത്തിൽ പെരുങ്കളി. ഷാഹുൽ ബേബി കുട്ടി അത് കുട്ടീനെ എടുത്തുകൊണ്ട് വരുന്നുണ്ടോ ഷാഹുൽ, അവർ വേറൊരു വഴിക്ക്. പിന്നെ ഞാൻ ഇവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത ശേഷം വെള്ളത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വെള്ളത്തിലേക്ക് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോക്ക് ഒരു പ്രശ്നമുണ്ട്, ഈ വീഡിയോ ഒട്ടും മോഡലല്ല. ഒരു റൈഡ് കാണുന്ന സമയത്ത് അതിൻ്റെ വോയിസ് ഓവർ തരുന്നുണ്ട്, അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോയിസ് ഓവർ തരുന്നുണ്ട് എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ തീരെ ഓർഡറിലല്ലാത്തൊരു ക്ലിപ്പാണ് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ ഇതിനെ ആദ്യം മുതൽ അവസാനം വരെ അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് നടക്കുന്നില്ല. അവിടെ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്, നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഷാവിലും കൂടെ നോക്കണ മമ്മി ബഷി അന്നെ ഞാൻ എന്തിനാ പിടിച്ചിരിക്കട്, ധൈര്യം മാത്രമുള്ള ഒന്നും ഇല്ലുണ്ണിയെ. അത് ഞാൻ ഇവിടുത്തെ വീട് തന്നെ പറ്റില്ല. സെറ്റ് ഗൈസ് സെറ്റ്. വണ്ടി സ്റ്റാർട്ടായിട്ടില്ല. ഇതെന്താ ഷാവിലെ വണ്ടി മൂവ് ചെയ്യാൻ ടൈം എടുത്തത്. കുട്ടി അവിടെ ഇട്ടാട്ടുന്ന അങ്ങനെ അനങ്ങളില്ല. ഹായ് അവിടെ ചെയിലും മമ്മയും കിടന്ന് വിറകുണ്ട് കേട്ടോ. എൻട്രൻസ് തന്നെയല്ല, മിസ്സാവൊന്നുമില്ല. പക്ഷേ യാ സൂപ്പർ സൂപ്പർ. തല കറങ്ങുന്ന ഇതിന് വഴിയുണ്ട്, ഇതിന് വഴിയില്ല, ഇത് ലോക്കഡാണ്. ഇങ്ങോട്ട് പറയാം. പിന്നാരെ ശരി കുടിക്കടാ, ദൂരിക്കടാ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ബേബി പോണതിന് മുമ്പ് ഓൾക്കൊരു സർപ്രൈസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. ബൈ ബൈ.